റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനമല്ലല്ലോ. റബീഉൽ അവ്വൽ 12 റസൂലിൻ്റെ ജന്മദിനമല്ല. റബീഉൽ അവ്വൽ 12 മുഹമ്മദിൻ്റെ ജന്മദിനമാണ്. മുഹമ്മദായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് നബി റസൂൽ ആവുന്നത്. 40 വയസ്സിന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്തേക്കാണ് പോകേണ്ടി വരും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് ഇത് സുന്നത്ത് ജമാഅത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അസ്ലാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തുനബിയോടുള്ള താല്പര്യമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. നമ്മളെ പാമക്കാരായ ആൾക്കാർ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുകയും സമയം ചിലവാക്കുകയും ചെയ്തിരുന്നത് മദ്ഹുൻ നബിക്ക് വേണ്ടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് പരിപാടിയാണെങ്കിലും 2 ഹദീസ് മൗലൂദ് ഓതും പഴയ ആൾക്കാർ. നാളിനോടൊരാൾ ചോദിച്ചു, ഈ ഹൗസ് വാമിങ്ങിന് കുടിരിക്കലിനൊക്കെ എന്തിനപ്പം മങ്കൂസ് മൗലൂദ് ഓതുന്നത്, യാസീൻ ഓതിയാൽ പോരെ ചോദിച്ചു. യാസീനും ഓതിയാൽ പോരാ, യാസീനും തബാറക്കി അൽബക്കറി ഒക്കെ ഓതണം. മൗലൂദ് ഓതേണ്ട അടുത്ത് അതന്നെ ഓതണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ ഒരു വിഷയത്തിൻ്റെ മുന്നിൽ വെച്ചാൽ ആ കാര്യം വിജയിക്കും, അതുറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച ആളുകളാണ് ചരിത്രത്തിൽ വിജയിച്ചിട്ടുള്ളത്. അതിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിജയിച്ചത്, ഉമർ ഖത്താബ് വിജയിച്ചത്. മക്കളെ കൊണ്ട് വിജയിച്ച വാപ്പാരുണ്ട്, വാപ്പാരെ കൊണ്ട് വിജയിച്ച മക്കളുണ്ട്. രണ്ടിൻ്റെ ഉദാഹരണമാണ് ഉമർ ഖത്താബ് മോനും റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് അബ്ദുല്ലാഹിബിൻ ഉമറും മക്കളെ കൊണ്ട് വിജയിച്ച വാപ്പാരും ഉണ്ട് ചരിത്രത്തിൽ, വാപ്പാരെ കൊണ്ട് വിജയിച്ച മക്കളുണ്ട്. എന്താ വിജയിക്കാൻ കാരണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇസ്ലാം ദീനിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് ഖൽബിൽ നിയ്യത്ത് ചെയ്തിട്ടല്ലാതെ എൻ്റെ ഭാര്യയോട് ഇണചേർന്നിട്ടില്ല എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. അതന്നെയാണ് ഈ ഖുസൂസ്, അതന്നെയാണ് ഖസായിസ് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് അബ്ദുല്ലാഹിബിൻ ഉമറിനെ പോലത്തെ ഒരു മോനുണ്ടായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വാപ്പാൻ്റെ നിയ്യത്ത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ചാൽ ഏത് കാര്യം വിജയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹ്ശർ എന്തിനാണ് എന്നുള്ളതാണ്. മഹ്ശർ എന്തിനാന്ന് ചോദിച്ചാൽ 50,000 കൊല്ലം കഴിഞ്ഞിട്ട് നബി തങ്ങൾ എടുത്ത് ചെല്ലും, എന്നിട്ട് പറയും സ്വർഗത്തുക്കായാലും വേണ്ടില്ല നരകത്തുക്കായാലും വേണ്ടില്ല, ഇവിടുന്ന് ഒന്നാണ് കഴിച്ചിലേക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഇതെല്ലാവരും പറയണ വർത്താനല്ല. സ്വർഗത്തുക്കായാലും വേണ്ടില്ല നരകത്തുക്കായാലും വേണ്ടില്ല എന്ന്, നരകത്തുക്കായാലും വേണ്ടില്ല എന്ന് നിങ്ങളാരെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ, ഞാനേതായാലും പറയില്ല. കാരണം നരകത്തേക്ക് പോകുക എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളെടുത്തില്ല, ആകെ സ്വർഗത്തേക്കുള്ളൂ. എന്നാൽ പിന്നെ നബി തങ്ങളോട് പറയുന്നു പറഞ്ഞതിൽ സ്വർഗത്തേക്കായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടില്ല എന്നില്ല, ഉണ്ട്. എന്തുകൊണ്ട്? ഈ പറയാൻ പോണതിൽ അബൂജഹലുണ്ടെന്നാണ് കാരണം, ലഅനത്തുല്ലാഹി അലൈഹി. ഈ പറയാൻ പോണതിൽ നമ്രൂദ് ഉണ്ട്, പറയാൻ പോകുന്നതിൽ ഖാറൂനുണ്ട്, പറയാൻ പോണതിൽ ഫിർഔനുണ്ട്. എന്തിനാ മഹ്ശറ? മുഹമ്മദ് വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന് ബോധ്യപ്പെടുത്താനാണ് മഹ്ശറ. അത് എന്ന് ബോധ്യപ്പെടുന്നുവോ അന്ന് ഹിസാബ് ആരംഭിക്കും. ആരംഭിച്ചാൽ അപ്പോൾ തന്നെ തീരുകയും ചെയ്യും. അതാണ് ഹിസാബിൻ്റെ പ്രത്യേകത. ഹിസാബ് തുടങ്ങിയ എപ്പോഴാണ് കഴിയുക? നമുക്ക് തോന്നും ആ ഹിസാബ് തുടങ്ങിയിട്ടുണ്ട്, അപ്പം നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ ഇങ്ങനെ വിളിക്കും തിരക്കുന്ന. സൈനുദ്ദീനൊക്കെ പെട്ട തന്നെയാണ്. ഞാനൊക്കെ എളുപ്പം പോകും, എൻ്റെ പേര് അഹമ്മദ് സാലി എന്നാണ്, കൊണ്ടാണ്. അങ്ങനെ വിചാരിക്കണ്ട, അള്ളയാണ് നോക്കണത്. നോട്ടാണ് തുടങ്ങിയാൽ എല്ലാവരും ഒപ്പം തീരും. നോട്ടാണ്ട് തുടങ്ങണമെങ്കിൽ മുഹമ്മദാണ് വിചാരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന് മനസ്സിലാകുന്നുവോ അന്ന് മഹ്ശർ അവസാനിക്കും. മഹ്ശറ മുത്തുനബിക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളതാണ്. ലോകത്ത് നടന്ന എല്ലാ സംഭവങ്ങളും നബി തങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടാണ്. ഇനി ലോകത്ത് നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നബി തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്ത് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? മുത്തുനബിക്ക് വരാൻ വേണ്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹി സ്വലാം തമിഴനായിരുന്നു താരീഖിലുണ്ട് കേട്ടോ. അതൊരഭിമാനമുള്ള കാര്യം തന്നെയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ആദം നബി അലൈഹി സ്വലാം അന്നത്തെ തമിഴ്നാട്ടിലാണ് വന്നത്, ഇന്നത് ശ്രീലങ്കയുടെ ഭാഗമാണ്. അന്നത്തെ തമിഴ്നാട്ടിലാണല്ലോ വന്നിട്ടുള്ളത്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഭാഷയും തമിഴായിരുന്നു എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചിലരുടെ അഭിപ്രായമാണ്. എന്നാലും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമുള്ള കാര്യം തന്നെ. എല്ലാ കാര്യങ്ങളും നമ്മൾ അമ്പിയാക്കളായിട്ട് ബന്ധപ്പെടുത്തുക, എല്ലാ കാര്യങ്ങളെയും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുക. ഇത്തിബാ എന്ന് പറഞ്ഞാൽ 2 നിലക്കുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 നിലക്കാണ്. ഒന്ന്, നമ്മൾ ഇത്തിബായിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു കാര്യം ചെയ്യുക.
രണ്ടാമത് ചെയ്യുന്ന കാര്യം ഇത്തിബായിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. പുതിയൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ മുമ്പിൽ അലങ്കാരത്തിന് വേണ്ടി റോസാപ്പൂവിൻ്റെ 10 കൊമ്പ് 150 ഉറുപ്പ്യക്ക് വാങ്ങിയിട്ട് കൊടുന്ന് കുഴിച്ചിട്ടിട്ട് അതിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെരക്ക് നല്ലൊരു ചൊറുക്കുണ്ടാകട്ടെ എന്ന് ആലോചിക്കുന്നതിന് പകരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് റോസാപ്പൂവിൻ്റെ മണം ഉണ്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ ചെയ്യുന്ന ഈ കാര്യത്തെ ഇത്തിബാക്കി മാറ്റാൻ വേണ്ടി പറ്റും. മീൻ തിന്നിട്ട് മുള്ള് ബാക്കിയാവുമ്പോൾ ആ മുള്ളിങ്ങനെ ഒന്നിച്ച് കൂട്ടിയെടുത്തുങ്ങാണ്ട് വൃത്തിയുള്ളൊരു സ്ഥലത്ത് കൊണ്ടെക്കുമ്പോൾ പൂച്ചകളോട് നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നതുകൊണ്ട് ഞാനിത് പൂച്ചക്കുള്ള ഭക്ഷണമാക്കുകയാണ് എന്ന് മനസ്സിൽ കരുതിയാൽ അതിനെ ഇത്തിബാക്കാൻ വേണ്ടി പറ്റും. ചെയ്യുന്ന കാര്യത്തെ ഇത്തിബാ ആക്കലാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം ഇത്തിബായിൻ്റെ ഭാഗമായുള്ള പുതിയ വിഷയങ്ങൾ നമ്മൾ ചെയ്യണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലൊരിക്കലും ബാക്കിലേക്ക് കൈയ്യട്ടി നിന്നിട്ടില്ല. അങ്ങനെ ലോകത്തൊരു മനുഷ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ, മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ബാക്കിൽ കൈയ്യട്ടിയാൽ? ബാക്കിൽ കൈയ്യട്ടിയാൽ ഒരു നെഗറ്റീവ് മീനിങ് ഉണ്ട് എന്നാണ്. അയാൾ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ബോഡി ലാംഗ്വേജ് അനുസരിച്ച്. അറിയണ ഒരാൾ ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ പിന്നിക്ക് കൈയ്യട്ടി എന്നാലും സെലക്ഷൻ കിട്ടൂല. ഇയാൾ എന്തോ മറച്ചു വെക്കുന്ന നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്ക് കൈയ്യട്ടിയിട്ടില്ല. പൊതുവേ നബി തങ്ങൾ കൈ കെട്ടലില്ല. കൈ കെട്ടാത്ത പ്രകൃതിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളത്. കെട്ടുകയാണെങ്കിൽ മുന്നിക്ക് മാത്രമേ കെട്ടുള്ളൂ, ബാക്കിലേക്ക് ജീവിതത്തിലൊരിക്കലും കെട്ടിയിട്ടില്ല എന്നാണ്. ജീവിതത്തിലൊരിക്കലും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 21 ദിവസം ബാക്കിലേക്ക് കൈയ്യട്ടൂലാന്ന് തീരുമാനിച്ചാൽ 22ാമത്തെ ദിവസം മുതൽ ബാക്കിലേക്ക് കൈ കൊണ്ടുപോകുമ്പോൾ നമുക്കതിൻ്റെ ഓർമ്മ വരും. അങ്ങനെ നബി തങ്ങൾ നമ്മൾ ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാണിങ്ങനെ പിന്തുടരണം. ഒരു സദസ്സിൽ വന്നാൽ മുത്തുനബി ഇരിക്കാറുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ എല്ലാവരും ഒറ്റ നോട്ടത്തിൽ കാണുന്ന സ്ഥലത്താണ് ഇരിക്കാറുണ്ടായിരുന്നത്. നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് ചെന്നാൽ വരെ വാതിലിൻ്റെ മുക്കിൽ ഒഴിവില്ലെങ്കിലേ വേറെ സ്ഥലത്ത് ഇരിക്കുള്ളൂ എന്നുള്ളതാണ്. ഇത്തിബാ നമുക്ക് എല്ലാ വിഷയത്തിലും വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അറിവ് സ്നേഹത്തിൻ്റെ മാനദണ്ഡമാണ്. അറിയാത്തൊരു സാധനത്തെ സ്നേഹിക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിവുണ്ട്, ആ അറിവിനനുസരിച്ചാണ് നമുക്ക് സ്നേഹം വരുന്നത്. ലോകത്തെ ഏറ്റവും അറിവുള്ള ആൾ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ശരിക്കും മനസ്സിലായിരുന്നു എന്നതാണ് കാരണം. അപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണം, നബി തങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. സഹാബത്ത് റളിയല്ലാഹു അൻഹു വിജയിച്ചിട്ടുള്ളത് അതിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിജയത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യമുള്ള ആൾക്കാരായിട്ട് മാറും. 3 തരത്തിലുണ്ട് മദ്ഹുൻ നബി എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അൽ-ഔസാഫു ബിത്തഹ്സീൻ എന്ന് പറയുന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണഗണങ്ങളെ ഇങ്ങനെ പറയുന്നതാണ് അൽ-ഔസാഫു ബിത്തഹ്സീൻ എന്ന് പറയുന്നത്. ഗുണഗണങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ കൈ അങ്ങനെയായിരുന്നു, നബി തങ്ങളുടെ കണ്ണ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നതാണ് ഗുണഗണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിൻ്റെ വെളുപ്പ് ശക്തമായ വെളുപ്പും അതിൻ്റെ നടുവിലുള്ള കൺമണിയുടെ കറുപ്പ് ശക്തമായതുമാണ്. ഇത് നമ്മളെപ്പോഴും ആലോചിക്കണം.